Watch India's largest kids library only on Jio Hotstar. Download the app now. ഇത് ഇങ്ങനെ ഇവിടെ വിരിച്ചിങ്ങനെ ഇടണം. എന്നിട്ട് നമ്മള് ഇങ്ങനെ ഓ ഇതെന്തൊരു നാറ്റമാണ് ദൈവമേ. കാലത്തെ എന്റെ മൂടൊക്കെ പോയല്ലോ. അത് ശരി, ഡ്രൈനേജിന്റെ മൂടി തുറന്നിട്ടിരിക്കുകയാണല്ലേ, അതുകൊണ്ടല്ലേ ഈ നാറ്റം പുറത്തേക്ക് വരുന്നത്. അതെ ചേട്ടാ, നിങ്ങൾ ഇവിടെ കുഴി കുഴിച്ചോണ്ടിരിക്കുകയാണോ? ഒന്ന് പുറകിൽ ചെന്ന് നോക്കിയേ, അവിടെ ഒരു ഡ്രൈനേജിന്റെ മൂടി തുറന്നിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ പരിസരത്തൊന്നും നാറിയിട്ട് നിൽക്കാൻ വയ്യ. റോഡിൽ മാൻഹോളോ? ഞാനും അതുവഴി തന്നെയാണല്ലോ വന്നത്. ഞാനെങ്ങും അവിടെ ഒന്നും കണ്ടില്ല. കണ്ടില്ലേ എത്ര വലിയൊരു കുഴിയാണ് ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് എന്ന്? നല്ലോണം നോക്ക്. എവിടെയാണ് ഗട്ടർ? നിങ്ങൾ താഴോട്ട് നോക്കൂ, എനിക്ക് ഗട്ടർ ഒന്നും കാണുന്നില്ല. എന്താ പറയുന്നത്? ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ഇപ്പൊ ഉണ്ടായിരുന്നല്ലോ. അതെ, ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാൻ ഇപ്പൊ ഇതിൽ കൂടെ പോയപ്പോ തുറന്നിട്ടിരിക്കുകയായിരുന്നല്ലോ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. മാത്രമല്ല വല്ലാത്ത നാറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ നോക്കൂ, എന്ത് നല്ല സ്മെല്ലാ വരുന്നത്. അതെ സുഹൃത്തെ, നീ പറയുന്നത് ശരി തന്നെയാണ് കേട്ടോ. നീ പറഞ്ഞതുപോലെ എനിക്കും ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. എന്നെ വിശ്വസിക്കൂ, കുറച്ചു നേരത്തെ മുമ്പേ ഇവിടെ വലിയൊരു കുഴി ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ടായിരുന്നു. ശരി, ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പറയുന്നത് അംഗീകരിച്ചു തരാം. പക്ഷെ എനിക്ക് കാണുന്നില്ലല്ലോ. ഒരു ചെറിയ കുഴി പോലും ഇവിടെ എങ്ങും കാണാനില്ല. എനിക്കും അതാണൊന്നും മനസ്സിലാവാത്തത്. എങ്കിൽ ശരി, നിങ്ങൾ പോയിക്കോ. ഞാനും ചെന്ന് വല്ലതും കഴിക്കാൻ നോക്കട്ടെ. പക്ഷെ ശ്രദ്ധിച്ചോളൂ, എവിടെയെങ്കിലും മൂടി തുറന്നിട്ടിരിക്കുന്നത് കണ്ട എടുത്ത് മൂടിയൊക്കെ കേട്ടോ. അതെ ചായക്കട ചേട്ടാ, വേഗത്തിൽ നല്ല ചൂടുള്ള സമൂസകൾ ഇങ്ങെടുത്തേ. ഇന്ന് കാലത്തോട്ട് ഞാൻ ഭയങ്കര ടെൻഷനിലാണ്. ഇതെന്താ? അല്ല ചായക്കട ചേട്ടാ, ഇന്ന് നിങ്ങളുടെ സമൂസയിൽ നിന്ന് നല്ല മണമൊന്നും വരുന്നില്ലല്ലോ. ഇതെന്ത് വർത്തമാനാ നീ പറയുന്നത്? നീയാണെങ്കിൽ മണം പിടിച്ചോണ്ട് നിന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറി വരികയല്ലേ, എന്നിട്ട് ഇപ്പൊ പറയുക എന്റെ സമോസയ്ക്ക് ഒട്ടും മണമില്ല എന്ന്. ഇതൊട്ടും ശരിയല്ല കേട്ടോ. നിന്റെ മൂക്കിനാ കുഴപ്പം, അല്ല എന്റെ സമോസയ്ക്കല്ല. ചായക്കടക്കാരാ, ഇതാ പൈസ. ഞാൻ ഈ സമോസ മുഴുവൻ ഡോക്ടർ ജോൺ MBBS കൊണ്ടുപോവുകയാ. അദ്ദേഹത്തിന് നിങ്ങളുടെ സമോസ ഒരുപാട് ഇഷ്ടമാ. എന്റെ സമോസയുടെ രുചി അതൊന്ന് വേറെ തന്നെയാണേ. എന്ത്? നിങ്ങൾക്ക് ഈ സമൂസയിൽ നിന്നും നല്ല മണം കിട്ടുന്നുണ്ടെന്നോ? ചായക്കടക്കാരൻ ഉണ്ടാക്കുന്ന സമോസയുടെ സുഗന്ധം ഈ ഫുർഫുറി നഗരത്തിന് മുഴുവൻ പരക്കുന്നതല്ലേ. മോട്ടു, നീ പറഞ്ഞത് കേട്ടല്ലോ. ഞാനൊരു സമൂസ കഴിച്ചു നോക്കട്ടെ. ഇല്ലില്ല, ഇതിന്ന് തരാൻ പറ്റില്ല. ഇത് ഡോക്ടർ ജോൺ MBBS വേണ്ടി സ്പെഷ്യലായിട്ട് കൊണ്ടുപോകുന്നതാ. നീ വേണമെങ്കിൽ വേറെ വാങ്ങിച്ച് കഴിച്ചേക്കെ. ഇതിന്ന് ഒരെണ്ണം പോലും തരാൻ പറ്റില്ല. ഡോക്ടർ ജോണോ? ജോൺ ദ ഡോൺ എന്ന് വെച്ചാൽ നമ്മുടെ ജോൺ ഡോക്ടറായെന്നോ? അതെങ്ങനെ സംഭവിച്ചു? എന്താ മോട്ടു നീ പറയുന്നത്? അപ്പൊ നീ കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ? ഞങ്ങളുടെ ബോസ് മോഷണമൊക്കെ നിർത്തി അങ്ങ് അമേരിക്കയിൽ ചെന്ന് ഡോക്ടറേറ്റ് എടുത്തേച്ചും വന്നിരിക്കുക. നാട്ടിൽ എല്ലാവർക്കും അറിയാം. നീ ഇതുവരെ അറിഞ്ഞില്ല? കഷ്ടം. ഇന്നലെയാ അദ്ദേഹം തിരിച്ചു വന്നത്. എല്ലാവരെയും ഇന്ന് ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്നുണ്ട്. ഞാനും നമ്പർ 2ഉം ഇന്ന് മുതൽ അദ്ദേഹത്തിന്റെ കമ്പൗണ്ടർമാരാ. എന്ത്? ഡോക്ടർ ജോൺ ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്നുണ്ടെന്നോ? എന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോവോന്ന്? എന്റെ മൂക്കിനും കണ്ണിനും ഒക്കെ എന്തൊക്കെയോ പ്രോബ്ലം ഉണ്ട് കേട്ടോ. അതിനെന്താ, ഇപ്പൊ തന്നെ വന്നേക്കേ. നിങ്ങൾക്കൊക്കെ വേണ്ടിയല്ലേ അദ്ദേഹം ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്യുന്നത്. ഇതാണ് ഡോക്ടർ ജോണിന്റെ ഫ്രീ ചെക്കപ്പ് ക്യാമ്പ്. ഇവിടെ തന്നെ നിന്നേക്കണേ, ഞാൻ അകത്ത് പോയി അപ്പോയിന്റ്മെന്റ് എടുത്തേച്ചും വരാം. അതെ, എനിക്ക് അപ്പോയിന്റ്മെന്റ് വാങ്ങാനുള്ള സമയമൊന്നുമില്ല. സോറി ഡോക്ടർ, ഞാൻ പറഞ്ഞതാ വെയിറ്റ് ചെയ്യേ, പക്ഷെ അനുസരിക്കാതെ അകത്തേക്ക് ഓടിക്കേറി വന്നു. നോ പ്രോബ്ലം. ഇയാളെ എനിക്ക് വളരെ വ്യക്തമായി അറിയാൻ. നമ്പർ 1, നിങ്ങൾ എന്റെ ആദ്യത്തെ പേഷ്യന്റ് ആണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം എന്താണെന്ന് എന്നോടൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഡോക്ടർ ജോൺ, എന്റെ കണ്ണിനും മൂക്കിനും രണ്ടിനും എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. പേടിക്കാനൊന്നുമില്ല, ഇതൊന്നും കാര്യമാക്കേണ്ടത്. നിങ്ങൾ ഇവിടെ ഇരിക്കുക, എന്നിട്ട് ആൽഫാബറ്റ് ഒന്ന് വായിക്ക കേട്ടോ.
ഇല്ല ഡോക്ടർ സാറേ, ഇല്ല. എനിക്ക് ശരിക്കും ഒന്നും അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. പേടിക്കണ്ട, നിങ്ങളെ പോലെയുള്ള പേഷ്യൻസിന് വേണ്ടിയാണ് ഞാൻ ലണ്ടനിൽ നിന്ന് ഈ വില കൂടിയ കണ്ണട വാങ്ങിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് നിങ്ങൾ വെച്ച് ആ ആൽഫബറ്റ് ഒന്ന് വായിച്ചു നോക്കൂ. പൊളിച്ചേ! എനിക്കിപ്പോ എല്ലാ ആൽഫബറ്റ്സും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടേ. ഇനി ഈ കണ്ണട ഊരണ്ട, എപ്പോഴും വെച്ചോ, നല്ല ഭംഗിയുണ്ട്. ഡോക്ടർ ജോൺ, നിങ്ങൾ എന്റെ കണ്ണിന്റെ പ്രോബ്ലം എത്ര പെട്ടെന്നാണ് ശരിയാക്കി തന്നിരിക്കുന്നത്. എന്റെ മൂക്ക് ഒന്ന് ശരിയാക്കി തരൂ പ്ലീസ്. എനിക്ക് സമൂസയുടെ മണമൊന്നും ശരിക്കും കിട്ടുന്നില്ല. ഓക്കേ ഓക്കേ, ഞാൻ നിന്റെ ഡോസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്പർ 1, ആ സമോസ എടുക്ക വേഗം. ഇത് ഡോക്ടർ ജോൺ. എനിക്ക് സമൂസയുടെ മണം കിട്ടുന്നില്ല ഡോക്ടർ ജോണേ. കരയണ്ട മോട്ടു, ഇതിനുള്ള മരുന്ന് ഈ ജോണിന്റെ കയ്യിലുണ്ട്. നമ്പർ 2, അതിങ്ങെടുത്ത്. മോട്ടു, ഇനി സമോസ ഒന്ന് മണത്ത് നോക്കിക്കേ. നല്ല മണം. താങ്ക് യു ഡോക്ടർ ജോൺ. താങ്ക് യു പറയേണ്ട ആവശ്യമൊന്നുമില്ല, സ്മരണ മാത്രം മതി, സ്മരണ. ഇത് ഞാൻ സേവനത്തിന് വേണ്ടി വാങ്ങിയതാണ് മോട്ടു. അതിരിക്കട്ടെ, നിനക്ക് കണ്ണട തന്ന വകുപ്പിൽ ഒരു 10,000 രൂപ, പിന്നെ നോസ് ട്രീറ്റ്മെന്റിന് ഒരു 10,000 രൂപ. 30,000? പക്ഷെ നിങ്ങളുടെ ആൾക്കാരൊക്കെ പറഞ്ഞത് ഫ്രീ ചെക്കപ്പ് നീ എന്നായിരുന്നല്ലോ. പറഞ്ഞത് ശരിയാണ് മോട്ടു, ഇവിടെ ചെക്കപ്പ് ഫ്രീ തന്നെയാണ്. പക്ഷെ നിനക്ക് ഞാൻ വെച്ചിരിക്കുന്ന കണ്ണട, പിന്നെ ആ നോസ്, ഇതിനെല്ലാം നീ കാശ് തന്നേ മതിയാവൂ മോട്ടു. നിനക്കിതൊന്നും വേണ്ടെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല, തിരിച്ചു തന്നാ മതി, ഞാൻ മേടിച്ചോളാം. പക്ഷെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇതിന്റെ പരിണിത ഫലങ്ങളൊക്കെ അനുഭവിക്കേണ്ടത് നിങ്ങളാണെന്ന് ഓർക്കണം മോട്ടു. 20,000 തരാം കേട്ടോ, തരാം. ഓ, ഓടിക്കോ. പത്തലു, കണ്ടില്ലേ, എനിക്കൊക്കെ സുഖമായി. എന്റെ പ്രശ്നമൊക്കെ തീർന്നു. കണ്ടില്ലേ, എനിക്ക് ശരിയായെന്ന്. എന്താ നീ എന്ത് ജോക്കർ വേഷം കെട്ടിട്ട് അവിടേക്ക് വന്നിരിക്കുന്നത്? പത്തലു, ജോക്കറല്ല, ജോണാണ് എന്റെ അസുഖം മാറ്റി തന്നത്. ജോൺ മാറ്റി തന്നു എന്ന് വെച്ചാൽ? ജോൺ ലണ്ടനിൽ പോയല്ലേ MBBS ഡിഗ്രി വാങ്ങിച്ചോണ്ട് വന്നത്. അവനിപ്പോൾ ഡോക്ടർ ജോൺ MBBS ആയിരിക്കുകയാണ്. എനിക്ക് ശരിക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു, അതുപോലെ സമൂസയുടെ മണവും കിട്ടുന്നില്ലായിരുന്നു. ജോൺ അവന്റെ ആദ്യത്തെ പേഷ്യന്റ് ആയിട്ട് എന്നെ ചികിത്സിച്ചിട്ട് വെറും 30,000 രൂപയ്ക്ക് എന്റെ എല്ലാ അസുഖങ്ങളും മാറ്റി തന്നു. ഇപ്പൊ ഞാൻ കംപ്ലീറ്റ് ഫിറ്റ് ആണ് കേട്ടോ. ജോൺ നിന്റെ അസുഖം ഭേദമാക്കിയതല്ല, അവൻ നിന്നെ വിഡ്ഢിയാക്കിയിട്ട് 30,000 രൂപയും പറ്റിച്ചിരിക്കുകയാണ്. നീ ഇപ്പൊ പറയേ, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്താ മോട്ടു, നിനക്ക് ഈ സമൂസയുടെ മണം വരുന്നുണ്ടോ ഇല്ലയോ? പത്തലു, എനിക്ക് ആ ഹെൽമെറ്റ് ഇല്ലാതെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്, സ്മെല് ചെയ്യാൻ പറ്റുന്നുണ്ട്. പത്തലു, എന്തെങ്കിലും ചെയ്യൂ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? ഇപ്പൊ നിന്റെ കരച്ചിലൊന്ന് നിർത്ത്, എന്നിട്ട് കൂടെ വാ, ഡോക്ടർ ജഡ്കയോട് സഹായം ചോദിക്കാം. ഡോക്ടർ ജഡ്ക, ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. എന്റെ ചങ്കുകളെ, എന്റെ ബ്രോകളെ, ഞാൻ നിങ്ങൾക്ക് സഹായം ചെയ്യാമല്ലോ. പക്ഷെ എന്താ കാര്യമെന്ന് പറ. വലിയേട്ടാ, ജോൺ ദ ഡോൺ ഡോക്ടറായിട്ട് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, എല്ലാവരും വരൂ, കേൾക്കൂ. ഡോക്ടർ ജോണ്, നിങ്ങൾ തന്ന ചികിത്സ കാരണം എനിക്കിപ്പോ ഹെൽമെറ്റ് ഇല്ലാതെ തന്നെ കാണാനും സ്മെല് ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട്. പക്ഷെ സാറേ, നിങ്ങൾ എന്നെ ചികിത്സിച്ചതിന്റെ റെസിപ്റ്റ് മാത്രം തന്നില്ല. മറന്നുപോയതായിരിക്കും അല്ലേ? ചെല്ലു, ചെന്ന് റെസിപ്റ്റ് കൊണ്ടുവരൂ. ഓക്കേ ഓക്കേ, നോ പ്രോബ്ലം നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ റെസിപ്റ്റ് തന്നേക്കാം. ഓക്കേ. എന്താ മോട്ടു നീ 10,000 പോലെ മെലിഞ്ഞിരിക്കുന്നത്? മോട്ടു എന്ന് പറഞ്ഞാൽ കുറച്ച് തടിയൊക്കെ വേണം, അതാ നല്ലത്.
ഡോക്ടർ ജോൺ, ഞാൻ ആൾറെഡി എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ ഇപ്പോഴും? എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കണ്ണിന് എന്തോ ചെറിയ പ്രശ്നമുണ്ടെന്നാ. ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ഡോക്ടർ ജഡ്ക, ഡോക്ടർ ജഡ്ക, എന്നെ ഒന്ന് ചികിത്സിക്ക പ്ലീസ്. എനിക്കൊന്നും വ്യക്തമായി അങ്ങ് കാണാൻ കഴിയുന്നില്ല. ഇതെന്തോന്നാ ഹസേട്ടാറാമേ, നീ മോട്ടുവിനെ പോലെ ആയല്ലോ. പിന്നെ ഡോക്ടർ ജഡ്ക പത്ലുവിനെ പോലെ ആയിരിക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഓ ചങ്കേ ജോൺ, ഞാൻ പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് നിന്റെ കണ്ണിന് എന്തോ കാര്യമായ തകരാറ് സംഭവിച്ചുവെന്ന്. ഇല്ല, അങ്ങനെ ഒന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. ഡോക്ടർ ജഡ്ക, പ്ലീസ് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിച്ചേ മതിയാവൂ. പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. എന്റെ അടുത്ത് നിനക്ക് തരാൻ ഒരു സ്പെഷ്യൽ കണ്ണടയുണ്ട്. അത് ഞാൻ നിനക്ക് തരാം. ഇതാ, ഇത് വെച്ചോളൂ ജോൺ. ഡോക്ടർ ജഡ്ക, താങ്ക് യു. എനിക്ക് തന്ന ഉപകാരം ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കത്തില്ല. ഓഹോ, ഇപ്പൊ എല്ലാം എനിക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട്. ബോസ്, ഇപ്പൊ നിങ്ങളെ കാണാൻ ഒരു ഡോങ്കിയെ പോലെ ഉണ്ടല്ലോ. നിങ്ങൾ എന്താ ഈ പറയുന്നേ? ബോസ്, നിങ്ങളെ ആ ഡോക്ടർ ജഡ്ക ഒരു ഡോങ്കിയാക്കി മാറ്റിയിരിക്കുക. ഡോക്ടർ ജോൺ MBBS, പറഞ്ഞോളൂ. നിങ്ങൾ കഴുതയായതിൽ പിന്നെ എല്ലാം ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലേ? Watch India's largest kids library only on Jio Hotstar. Download the app now.